മമ്മൂക്കാൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് ഞാൻ അവിടെ കാണും. മമ്മൂക്കാരെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം മമ്മൂക്ക ഡയറി ഉണ്ടായിരുന്നു. അന്ന് ഫോണില്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിലാണ് മമ്മൂക്ക ഒരുപാട് ആൾക്കാരുടെ ഈ നമ്പറുകൾ സൂക്ഷിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഞാൻ തൊട്ടടുത്തുണ്ടല്ലോ, ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ദുൽഖറിൻ്റെ ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ അതിങ്ങനെ എടുത്തിങ്ങനെ. അപ്പം അത്രത്തോളം ദുൽഖറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എന്നെ വല്ലാണ്ട് അത് ഒരു കുടുംബസ്നേഹിയാണ്. അത് മക്കളോടെന്ന് പറഞ്ഞാൽ കൂടുതൽ അടുപ്പുള്ള ഒരാളും കൂടിയാണ്. ആ ചട്ടക്കൂടി ഇപ്പോഴും കാത്തു വെച്ച് വളരെ നീറ്റായിട്ട് പോകുന്നൊരു ഫാമിലി. മമ്മൂക്കാനെ അനുകരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടോ അറിയോ? മമ്മൂക്കാൻ്റെ ഫാമിലി മാനാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്കകത്തുള്ള ഒരുപാട് പേര് പറയാറുണ്ട്. അതേപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് മമ്മൂക്കാക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഈ തിരിച്ചുവരവ് കൂടി തന്നെ ഈ സോഷ്യൽ മീഡിയ വീണ്ടും ഇളകിയില്ലേ? അതെ അതെ അതെ. നമുക്ക് സോഷ്യൽ മീഡിയ ഒന്ന് ഇളകണമെങ്കിൽ നമുക്ക് തിരിച്ചു വരണം. അപ്പം മമ്മൂക്ക ദുൽഖർ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു അപ്ഡേറ്റ് വന്നാൽ സോഷ്യൽ മീഡിയ ഇളകി ഭയങ്കര സജീവമായിരിക്കല്ലേ ഇപ്പോൾ. ഇപ്പം മൊബൈൽ തുറന്നു നോക്കിയാൽ തന്നെ എപ്പോഴും മമ്മൂക്ക ദുൽഖർ ആ ഒരു. അതെ അതെ. എനിക്ക് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ മമ്മൂക്ക തന്നെ വേറെ രണ്ടുപേരുമായിട്ട് നല്ല അടുപ്പമാണ് നമുക്ക് ലാലേട്ടൻ അടുപ്പമുണ്ട്. അപ്പൊ ഈ ക്രോണിക് ബാച്ചിലർ കണ്ടു, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു സൗഹൃദം തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്ന് ആദ്യമായിട്ട് കാണുന്നുള്ളൂ, ഒരു ആരാധകനായിട്ട് പുറത്തുനിന്ന് പോകുന്ന ഒരാളാണ്, ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിൽ പോകുന്നു, നമുക്ക് കാണുന്നു, പരിചയപ്പെട്ടു. പിന്നീട് എങ്ങനെയാണ് ആ ഒരു സൗഹൃദത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് സൗഹൃദം നിൽക്കുന്നത്? മമ്മൂക്കാന്റെ വീട്ടിൽ ഞാൻ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പനമ്പൂരിലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം പോയപ്പോൾ മമ്മൂക്ക അവിടെയല്ല, മമ്മൂക്ക മൂന്നാറിൽ ടൂർ പോയിരിക്കുക. അതായത് ഇതേപോലെ നമുക്കൊന്ന് കാണാം എന്നുള്ളതിൽ പോകുന്നതാണ്. അപ്പോൾ ഉമ്മ ഉണ്ട് അവിടെ. ഉമ്മ നല്ല ഫുൾ കേഷായിട്ട് ഇതൊക്കെ മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് മക്കനെല്ലാം ഇട്ടിട്ട് നല്ലൊരു അറിയിക്കാം. അപ്പോൾ നമ്മൾ ചേച്ചി മമ്മൂക്കൻ്റെ ഉമ്മാണ്. പിന്നെ മമ്മൂക്ക ഇവിടെ ഊട്ടി പോയിരിക്കുക മോനെന്ന് പറഞ്ഞു. ഊട്ടിയിലെ മൂന്നർ അങ്ങനത്തെ പേര് പറഞ്ഞു. ഓക്കെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ആ മമ്മൂക്കൻ്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഞാൻ വീട്ടിൽ പോയിരുന്നു. തൊട്ടടുത്ത് പോയി ഞാൻ കാണാൻ ചെയ്തു. വീട്ടിൽ പോയി അന്ന് ദുൽഖർ തൊട്ടടുത്തുണ്ടായിരുന്നു, ഇബ്രാഹിം കുട്ടി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, മമ്മൂക്ക് പുറത്തിരിപ്പുണ്ടായിരുന്നു. അത്തരത്തിലൊരു ബന്ധം ആസ്വദിച്ച് എന്നെ കണ്ട മമ്മൂക്കൊക്കെ ഇപ്പോൾ അറിയാം ഞാൻ എന്താണ്, ഇങ്ങനെയാണ് വന്ന് അറിയാം. ആ ഒരു എവിടെ കണ്ടാലും എന്നെ നോക്കും മമ്മൂക്ക. ഞാൻ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിൽ പോകാറുണ്ട്, ഇടയ്ക്ക് പോകാറുണ്ട്, സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. പോയാലും നമ്മൾ ശ്രദ്ധിക്കുന്നു. പിന്നീട് പലപ്പോഴും കണ്ടാണ് ഒരു പരിചയം ആയത്. കണ്ട് പുള്ളിയുടെ മനസ്സിൽ നമ്മളെപ്പോഴും ആ ഒരു മുഖം എപ്പോഴും ഉണ്ടാവും. അത് തുറന്നു പോകും. പിന്നെ മമ്മൂക്കാൻ്റെ മോളെ കല്യാണത്തിലെല്ലാം മമ്മൂക്കാനെ ക്ഷണിക്കെല്ലാം പ്ലാൻറ്റതാണ്. അപ്പം ഒരാൾ പറഞ്ഞു ക്ഷണിച്ചത് കല്യാണം എൻ്റെ മോളുടെ കല്യാണത്തിന് ക്ഷണിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട് പണിയുന്ന സമയത്തും മമ്മൂക്കനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ലെറ്ററിൽ കൂടി. ഞാൻ ലെറ്ററൊക്കെ പരമ്പരയിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ലാലേട്ടനായിട്ടുള്ള പരിചയം എങ്ങനെയാണ് തുടങ്ങുന്നത്? ലാലേട്ടനായിട്ടുള്ള പരിചയം ഞാൻ ഈ ഗോകുലം പാർക്ക് വെച്ചൊരു സിനിമയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സിനിമ ലൈലാവൂലേ, അങ്ങനത്തെ ജോഷ് സാറിന് സാർ ആ ലൊക്കേഷൻ വെച്ചിട്ട് ലാൽ സാറിന് അടുത്ത് വരുന്നത്, തൊട്ടടുത്ത് വരുന്ന ആ ലാലേട്ടൻ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ പോയി അടുത്ത് ആരും നമ്മൾ തടഞ്ഞിട്ടൊന്നുമില്ല എന്ന് ഫോട്ടോസിൻ്റെ അടുത്ത് ഒരാൾക്കോടെ ഫോട്ടോസ് എടുപ്പിച്ചത്. പക്ഷെ ആ ഫോട്ടോ കലങ്ങിപ്പോയി, അവനക്ക് എടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഫോട്ടോ ക്ലിയർ കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്നുള്ളൊരു ബന്ധം